നമസ്കാരം. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2025 കഴിഞ്ഞ വർഷം ഏറ്റെടുത്ത പല കർമ്മ പദ്ധതികളും മെയ് മാസത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുകയും എന്നാൽ മെയ് മാസം മുതൽ പുതിയതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾ ഏറ്റെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ വരുന്നതും ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കുന്നതുമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ നിന്നും മെയ് മാസത്തിന് ശേഷം പിന്മാറുക തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് സ്വന്തമായിട്ട് നടത്തുന്നവർക്ക് പലർക്കും ക്ഷീണാവസ്ഥകൾ ഉണ്ടാകുവാനിടയുള്ളത് കൊണ്ട് വിറ്റുവരവുള്ള വിഭാഗം മാത്രം നിലനിർത്തിക്കൊണ്ട് മറ്റ് വിഭാഗങ്ങളെല്ലാം ഒഴിവാക്കേണ്ടതായ സാഹചര്യങ്ങളോ അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങളോ ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഉദ്യോഗത്തിനോടൊപ്പം ഉപരിപഠനത്തിന് ചേരുവാനുള്ള അവസരം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. പലപ്പോഴും പഠിച്ച് വരുന്ന കാര്യങ്ങൾ നിലവിലുള്ള പഠിച്ചതും പ്രവർത്തിക്കുന്നതുമായുള്ള കർമ്മമണ്ഡലങ്ങളിൽ ഭാവിയിലേക്ക് ജോലി സാധ്യതകൾ വളരെ കുറവാണ്, തൊഴിൽ സാധ്യതകൾ വളരെ കുറവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. കരാറ് ജോലികളിൽ ഒപ്പുവയ്ക്കുക, പാഠ്യപദ്ധതിയോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പദ്ധതി സമർപ്പണം മുതലായവയൊക്കെ തന്നെ പരമാവധി മെയ് മാസത്തിന് മുൻപ് തന്നെ സമർപ്പിക്കുകയായിരിക്കും നന്നാവുക. അതുപോലെ തന്നെ ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നവരൊക്കെ ആണെങ്കിൽ വളരെ വർഷമായിട്ട് നടത്തി അല്ലെങ്കിൽ അതിനൊരു ചെയ്തു വരുന്ന കാര്യങ്ങളിൽ പൂർണ്ണത കൈവരുവാനുള്ള സാധ്യതകളും മെയ് മാസത്തിൻ്റെ ഉള്ളിൽ വിജയം കൈവരിക്കാനും ഇടയുണ്ട്. എന്നാൽ 2025 മെയ് മാസം മുതൽ ഒരു വർഷത്തേക്ക് എല്ലാ കാര്യങ്ങൾക്കും അകാരണമായിട്ടുള്ള കാലതാമസവും തടസ്സങ്ങളും ഉണ്ടാകുവാനിടയുള്ളത് കൊണ്ട് ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയും എല്ലാ കാര്യങ്ങളിലും മിതത്വം പാലിച്ചുകൊണ്ടും ഗുരുകാരണവന്മാരും അനുഭവജ്ഞാനമുള്ളവരും നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ടും എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്ന പക്ഷം ഏറെക്കുറെ ശുഭപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നതുമാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ചികിത്സ ഫലിക്കുന്നത് വഴി ഏപ്രിൽ മാസം മുതൽ തന്നെ എല്ലാ കാര്യങ്ങളിലും വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാനും പ്രയത്നിക്കാനും അവസരമുണ്ടാകും. മാർച്ച് മാസത്തിൽ തന്നെ അന്യദേശത്തോ വികസിത രാഷ്ട്രത്തിലോ താമസിക്കുന്ന പുത്രപൗത്രാദികൾ വന്നു ചേരുകയും ഇനി മുതൽ 6 മാസം കൂടുമ്പോൾ അവിടെ വിദേശത്ത് താമസിക്കാൻ തക്കവണ്ണമുള്ള അനുമതി ലഭിക്കുവാനും സാധ്യതയുള്ളത് കൊണ്ട് ആശ്വാസം എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ ഇടയുണ്ട്. ജൂൺ മാസത്തിന്റെ ഉള്ളിൽ തന്നെ തൃപ്തികരമായിട്ടുള്ള വിളവെടുപ്പ് കാർഷികമായിട്ടുള്ള മേഖലയിൽ വന്നു ചേരുന്നതിന്റെ വെളിച്ചത്തിൽ ഇനി മുതൽ ഹ്രസ്വകാല വിളകൾ ഒഴിവാക്കി ദീർഘകാല വിളകൾക്ക് അനുസൃതമായിട്ടുള്ള കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കുവാനും സമാന ചിന്താഗതിയിലുള്ളവരുടെ സഹായ സഹകരണത്താലും കർഷകന്റെ നിർദ്ദേശത്താലും ഇതിന് വളരെ ബൃഹത്തായിട്ടുള്ള പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ ഇടയുണ്ട്. മംഗളകർമ്മങ്ങളിലും വിരുന്ന് സൽക്കാരത്തിലും പങ്കെടുക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഒരുപക്ഷെ ഉന്നതരെ പരിചയപ്പെടുവാനും ചെയ്തു വരുന്ന കർമ്മമണ്ഡലങ്ങൾക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിക്കാനും ഇത് ഒരു പരിധിവരെ ഉപകരിക്കുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ സകുടുംബം സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതിക്ക് അനുകൂലമായിട്ടുള്ള അപേക്ഷകൾ നൽകുവാനും അതിന് അന്തിമ നിമിഷത്തിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരു പക്ഷേ ഒറ്റയ്ക്ക് പോയിട്ട് പിന്നീട് കുടുംബാംഗങ്ങളെ കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും ഒരു പക്ഷേ ചിലർക്ക് അനുമതി ലഭിക്കുവാൻ സാധ്യതയുള്ളത്. വികസിത രാഷ്ട്രത്തിൽ ജോലി ചെയ്യുന്ന പലർക്കും നിലവിലുള്ള രാജ്യത്തിൽ ചെലവിനങ്ങൾ വർദ്ധിച്ചു വരുന്നത് വഴി നിത്യനിദാനത്തിന് വളരെയധികം ചെലവിനങ്ങൾ വർദ്ധിക്കുന്നത് വഴി മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് അപേക്ഷകൾ നൽകുവാനും ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള ഉദ്യോഗം ലഭിക്കുവാനും ഇടയുണ്ട്. വിജ്ഞാനപ്രദമായിട്ടുള്ള ആശയങ്ങൾ സ്വീകരിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പണം കടം കൊടുക്കുന്നതും കടം വാങ്ങിക്കുന്നതും ജാമ്യം നിൽക്കുന്നതും, സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും,
അമിതമായുള്ള വാഹന ഉപയോഗം, അമിത വേഗതയുള്ള വാഹന ഉപയോഗം, അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള യാത്രയും പരമാവധി മെയ് മാസം മുതൽ ഒരു വർഷത്തേക്ക് ഒഴിവാക്കേണ്ടതാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കും. ഉപകാര സ്മരണ നിലനിർത്തുവാനായിട്ട് സുഹൃത്തിന് സാമ്പത്തികമായുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ബന്ധുമിത്രാദികൾ തമ്മിലുള്ള തർക്കങ്ങളിൽ നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കുകയായിരിക്കും നന്നാവുക. വിധിയെ കുറ്റം പറയാതെ പ്രവർത്തന മണ്ഡലങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നതിന്റെ വെളിച്ചത്തിൽ എല്ലാ വിധത്തിലുള്ള മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ അവസരം വന്നു ചേരും. സുതാര്യതയുള്ള സമീപനം വളരെ കുറവുള്ളതിനാൽ സംയുക്ത സംരംഭമായിട്ടുള്ള വ്യാപാര വിപണന വിതരണ മേഖലയിൽ നിന്നും പിന്മാറുവാനുള്ള ഒരു ആത്മപ്രചോദനം വന്നു ചേരുവാനിടയുണ്ട്. ചിലർക്കൊക്കെ തന്നെ ഇതിൽ നിന്ന് പിന്മാറി ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരും. ഉത്തരവാദിത്വങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്ന ചില ജോലിക്കാർക്ക് ചിലരെ പിരിച്ചുവിടുവാനും ഉത്സാഹികളും അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്തു തീർക്കുന്ന ഊർജ്ജസ്വലമായിട്ടുള്ള പ്രവർത്തിക്കുന്ന ജോലിക്കാരെ നിയമിക്കുവാനും അവസരം വന്നു ചേരും. വിവര സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. പലപ്പോഴും നിഷ്ക്രിയ മനോഭാവം ഒഴിവാക്കി ആത്മവിശ്വാസത്തോടുകൂടി എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്തുകൊണ്ടും ശാസ്ത്രീയ വശവും പ്രായോഗിക വശവും ചിന്തിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാൻ ഇടയുണ്ട്. പലപ്പോഴും അവിചാരിതമായിട്ടുള്ള ചെലവുകളെ കൊണ്ട് നീക്കിയിരുപ്പ് കുറവുകൾ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് 3 മാസം കൂടുമ്പോൾ പണം കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ അതെല്ലാം തന്നെ തിരിച്ചു കൊടുക്കുക എന്നതൊക്കെ തന്നെ ഒരുപക്ഷെ 2026 ജൂൺ മാസത്തിന് ശേഷമോ 2027 ഓഗസ്റ്റിന് ശേഷമേ പൂർത്തിയായിട്ടും അത് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതും സ്വന്തം നിലയിൽ അത്ര തന്നെ നേട്ടം ഉണ്ടാവുകയില്ല. എന്നാൽ മറ്റുള്ളവർക്ക് വിജ്ഞാനപ്രദമായി തീരുവാനും ഉപകാരപ്രദമായി തീരുവാനും സാധ്യതയുണ്ട്. ദുശ്ശീലങ്ങൾ ഉപേക്ഷിച്ച് സത്ശീലങ്ങൾ സ്വീകരിക്കുവാൻ സാധ്യത കാണുന്നു. ആചാര മര്യാദകൾ പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് വഴി എല്ലാ കാര്യങ്ങളിലും ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. മേലധികാരി ചെയ്തു വെച്ചതായിട്ടുള്ള പല അബദ്ധങ്ങളും തിരുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഓഗസ്റ്റ് മുതൽ ഒരു വർഷത്തേക്ക് വളരെയധികം പ്രയത്നിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ജീവിത സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടും ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടിയും അതിനനുസരിച്ചുള്ള ഒരു ഗൃഹം നിർമ്മിക്കുവാനോ വാങ്ങിക്കുവാനോ യോഗമുണ്ട്. വേറെ ചിലർക്ക് നിലവിലുള്ള ഗൃഹത്തിൽ സ്വസ്ഥതക്കേടുകൾ, സമാധാനക്കേട്, പണമിരിക്കായിക, വിമ്മിഷ്ടം എന്നീ പലർക്കുമായിട്ടുള്ള അസുഖങ്ങൾ വന്നു ചേരുക. ഈ വക സാഹചര്യങ്ങളെ കൊണ്ട് വാസ്തുശാസ്ത്രജ്ഞന്റെ നിർദ്ദേശപ്രകാരം ചില പരിവർത്തനങ്ങൾ നടത്തുവാൻ തയ്യാറാകുവാനും ഇടയുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളും മറന്നു കിടക്കുവാനിടയുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ഓർമ്മിച്ചുകൊണ്ടും എഴുതി വെച്ചുകൊണ്ടും ചെയ്യുന്ന പക്ഷം എല്ലാം ശുഭപരിസമാപ്തിയിലെത്തിക്കാൻ സാധിക്കും. എന്നാൽ ഈശ്വര പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകണം. ഊഹാപോഹങ്ങളിൽ നിന്നും നിർബന്ധമായിട്ട് പിന്മാറേണ്ടതാണ്. വ്യാവസായികമായിട്ടുള്ള മേഖലയിൽ നിന്നും വിചാരിച്ച പോലെ നേട്ടമില്ലാത്തത് കൊണ്ട് വ്യവസായം നവീകരിക്കുവാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറുവാനും മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ പൂയ നക്ഷത്രക്കാർക്ക് ഈ 2025 യോഗമുണ്ട്. നമസ്കാരം.